ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ത്രെഡ്സ് ആൻഡ് ടേൽസ്. സോ ഇന്ന് സ്റ്റിച്ച് വിത്ത് മീ സീരീസിലെ മറ്റൊരു വീഡിയോ ആണ്. സോ ലെറ്റ്സ് ഗോ. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് റണ്ണിങ് സ്റ്റിച്ച്. സോ ഈ ഒരു ഫിഗറിലാണ് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ക്യാപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ ത്രെഡിൻ്റെ 3 സ്ട്രാൻഡാണ് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഈ ഒരു മൾട്ടി കളർ ത്രെഡാണ് ഞാൻ ഹാറ്റ് തുന്നാൻ യൂസ് ചെയ്യുന്നത്. 3 സ്ട്രാൻഡ് നമുക്കിതൊന്ന് എടുക്കാം. എങ്ങനെയാണ് സ്ട്രാൻഡ് എടുക്കേണ്ടത്, എങ്ങനെയാണ് കോർക്കേണ്ടത്, എങ്ങനെയാണ് എൻഡ് നോട്ട് ഇടേണ്ടത് എന്നൊക്കെ നമ്മൾ സ്റ്റിച്ച് വിത്ത് മീ സീരീസിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരത് പോയി കാണണം. സോ നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം. വളരെ ബേസിക് ആയിട്ടുള്ളൊരു സ്റ്റിച്ചാണ് റണ്ണിങ് സ്റ്റിച്ച്. അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ സൂചി താഴേന്ന് വേണം കുത്തിയെടുക്കാൻ. സോ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിൻ്റെ താഴേന്ന് നമ്മൾ സൂചി മുകളിലേക്ക് കുത്തിയെടുക്കാം. അത് കഴിഞ്ഞ് ചെറിയൊരു ഗ്യാപ്പിൽ നമുക്ക് സൂചി കുത്തിയിറക്കാം. ചെറിയൊരു ഗ്യാപ്പ് തന്നെ വേണ്ടു. നെക്സ്റ്റ് നമുക്ക് ഒരു കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വീണ്ടും താഴേന്ന് സൂചി മുകളിലേക്ക് കുത്തിയെടുക്കാം. അതേപോലെ തന്നെ വീണ്ടും സൂചി താഴേക്ക് കുത്തിയിറക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഇടണ ലൈൻസിൻ്റെ ലെങ്ത്തും ഇടണ ഗ്യാപ്പിൻ്റെ ലെങ്ത്തും ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആയിട്ട് വന്നാലാണ് ഈ റണ്ണിങ് സ്റ്റിച്ചിന് വൃത്തിയുള്ളൂ. പിന്നെ നമ്മൾ ത്രെഡ് എടുക്കുമ്പോൾ അത് ഭയങ്കര നീളമുള്ള ത്രെഡാണെന്നുണ്ടെങ്കിൽ കുത്തിയെടുക്കുമ്പോഴും ഇറക്കുമ്പോഴൊക്കെ കെട്ടാവാതെ സൂക്ഷിക്കണം. സോ നമുക്ക് ഇതേപോലെ തന്നെ ഫുള്ള് ചെയ്ത് തീർക്കാം. സോ ഇനി കുറച്ച് പ്രാക്ടീസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സിമ്പിൾ മെത്തേഡിൽ ഇത് ചെയ്യാം. അതായത് ഈ സൂചി നമുക്കിങ്ങനെ ഒരുമിച്ച് 2-3 വട്ടം താഴേക്കും മുകളിലേക്കൊക്കെ സെയിം ലെങ്ത്തിൽ നമുക്ക് കുത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ 2-3 സ്റ്റിച്ചൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കാം. ഇത് ചെയ്യുമ്പോഴും ഈ ത്രെഡ് കെട്ടാവാണ്ട് സൂക്ഷിക്കണം. വേറെ ഒന്നും അധികം ശ്രദ്ധിക്കാനില്ല. സോ വൺസ് ഇത് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഈ ഫിഗർ മൊത്തം കംപ്ലീറ്റ് ആക്കിയെടുക്കാം. സോ ഞാൻ ഫിഗർ മൊത്തം റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മാർക്കിംഗ് ഒക്കെ ഒന്ന് ഇറേസ് ചെയ്യാം. സോ ഇതാണ് ഫൈനൽ ലുക്ക്. സോ അപ്പോൾ ഇത്രയുള്ള റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ള സ്റ്റിച്ചാണ്. സോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. എംബ്രോയ്ഡറി ചെയ്യാനും പഠിക്കാനും കാണാനും ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.